മുൻകൂട്ടി ഇത്രയും ആളുകളുടെ എണ്ണം എത്തുമെന്ന് കൃത്യമായി അറിയുന്നു. 41 ദിവസമാവുകയാണ് നട തുറന്നത്. ഇന്നിപ്പോൾ ഏതാണ്ട് 39 ദിവസത്തോളം ആവും നട തുറന്നിട്ട്. ഇത്രയും ദിവസമായിട്ടും മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിൽ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാക്കാൻ പോലീസിനും ദേവസ്വം ബോർഡിനും ഒന്നും കഴിയുന്നില്ലെങ്കിൽ വേണ്ട ഗൗരവം ഇവരൊന്നും ഈ തീർത്ഥാടനത്തിന് കൊടുക്കുന്നില്ല എന്ന് കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? പക്ഷെ ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമല തീർത്ഥാടനം ഈ വർഷം ആരംഭിച്ചതല്ല. നൂറ്റാണ്ടുകളായി നടക്കുന്ന തീർത്ഥാടനമാണ്. ഓരോ തീർത്ഥാടനത്തിലും ക്രമാനുഗതമായി ഉണ്ടാകുന്ന ആളുകളുടെ വർധനവ്, അതുപോലെ തിരക്കുണ്ടാകുന്ന ഇടങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് ഒരു പഠന വിധേയമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അതൊരു അനുഭവമാണ് ഈ സർക്കാരിനും പോലീസിനുമെല്ലാം. ഈ ഓരോ വർഷവും എത്രത്തോളം ഭക്തരുടെ വർധനവ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡാറ്റയുണ്ട്. അതിനപ്പുറം ഇപ്പോഴുള്ള സംവിധാനം എന്ന് പറയുന്നത് വെർച്വൽ ക്യൂ എന്നുള്ള സംവിധാനമാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സംവിധാനമാണ്. ശബരിമലയിലേക്ക് ഏതെല്ലാം എത്ര അയ്യപ്പന്മാർ എപ്പോൾ എത്തുമെന്നും അതനുസരിച്ച് എത്ര നേരം ഈ സംഘം ശബരിമലയിലും പമ്പയിലും ഉണ്ടാകുമെന്നും അവർ എപ്പോൾ ഈ ദർശനം കഴിഞ്ഞ് ഇറങ്ങിപ്പോകാനാകുമെന്നും കൃത്യമായിട്ടുള്ള ഡാറ്റ സർക്കാരിന്റെ കയ്യിലിരിക്കെ, പോലീസിന്റെ കയ്യിലിരിക്കെ, അവർക്ക് അവിടെ എത്തുന്ന ഭക്തരെ ഇത്തരത്തിൽ വഴിയിൽ തടയേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായും നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു മാനേജ്മെന്റിന്റെ ഒരു ആ പ്രവൃത്തിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായി ഏതെങ്കിലും ഒന്ന് പറയും അപ്രതീക്ഷിതമായിട്ടുള്ള തിരക്ക്, അതെല്ലാം മുൻകാലങ്ങളിൽ പറയാവുന്ന ഒരു വാക്കുകളാണെങ്കിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ വെർച്വലിറ്റി സംവിധാനം നേരത്തെ തന്നെ ഉള്ള കാരണം കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരക്ക് എന്നുള്ള വാക്കിന്റെ പ്രസക്തിയില്ല. കാരണം തീർച്ചയായിട്ടും അപ്രതീക്ഷിതമല്ല, പ്രതീക്ഷിതമാണ്. കൃത്യമായ രജിസ്ട്രേഷൻ നേരത്തെ തന്നെ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു വാക്കല്ല. കൃത്യമായ ഡാറ്റ കയ്യിലിരിക്കെ അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വിവിധ വകുപ്പുകൾ തമ്മിൽ തുടരുന്ന ശീതയുദ്ധവും അതുപോലെ തന്നെ. അത് മാത്രമല്ല മിഥുന, എന്തിനാണ് തീർത്ഥാടകരെല്ലാം കൂടെ ഒരുമിച്ച് സന്നിധാനത്തേക്ക് എത്തുന്നതെന്ന് ചോദിക്കുന്ന ഒരു ദേവസ്വം മന്ത്രിയാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിൽ തീരുമാനമൊക്കെ എടുക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഭക്തരോട് സർക്കാരും ദേവസ്വം ബോർഡിനുമുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. വിവാദമായപ്പോൾ അതൊക്കെ തിരുത്തി അല്ലെങ്കിൽ അതിൽ നിന്ന് മൃദു സമീപനമൊക്കെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ആ ചോദ്യം അത് ഏറെ ശ്രദ്ധേയമാണ്. എന്തിനാണ് തീർത്ഥാടകർ എല്ലാവരും കൂടി സന്നിധാനത്തേക്ക് എത്തുന്നത് എന്ന് ചോദിച്ച് അതിന് എന്ത് മറുപടിയാണ് പറയുക? അല്ലെങ്കിൽ എത്ര മോശമായാണ്, എത്ര നിസ്സാരമായാണ് ഈ തീർത്ഥാടന കാലത്തെയൊക്കെ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ കാണുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രതികരിക്കുന്ന ഒരു ദേവസ്വം ബോർഡിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. തീർച്ചയായിട്ടും ഒരു ഭക്തർക്കും ശബരിമലയിൽ എത്തുന്നവർക്കും നൽകുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അങ്ങനെയുള്ള അവരുടെ പ്രതികരണമാണ്. എത്ര ഭക്തരെ എത്തിയാലും ഞങ്ങൾ ദർശനം എല്ലാവർക്കും ദർശനം പൂർത്തിയാക്കുമെന്നുള്ള അത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ഭക്തർക്ക് പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം എടുക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നു, വൈരുദ്ധ്യാത്മകമായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നു. ശബരിമല 18-ാം പടിയുടെ വീതി കൂട്ടുന്ന കാര്യം ആലോചിക്കുമെന്നടക്കമുള്ള മണ്ടൻ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവന എല്ലാം വരുമ്പോൾ തന്നെ മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു ഓറയുണ്ട്, മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം കൊണ്ട് തീർച്ചയായും പൂർണ്ണമായും ശബരിമലയെ കുറിച്ചോ തീർത്ഥാടനത്തെ കുറിച്ചോ അയ്യപ്പനെ കുറിച്ചോ യാതൊരു തരത്തിലുള്ള അറിവോ അല്ലെങ്കിൽ പരിജ്ഞാനമോ ഇല്ലാതെ ശബരിമലയെ നിയന്ത്രിക്കാൻ എത്തുന്നവർ നടത്തുന്ന ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ തീർത്ഥാടന കാലത്തെ എത്രത്തോളം ദുഷ്കരമാക്കുന്നു, അല്ലെങ്കിൽ പുണ്യ തീർത്ഥാടനത്തെ എത്രത്തോളം ദുരിത തീർത്ഥാടനമാക്കി മാറ്റുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന ഈ മണ്ഡലകാലം എന്ന് തീർച്ചയായും പറയാൻ കഴിയും. കാരണം നമുക്കറിയാം 30-20 വർഷമെല്ലാമായി ശബരിമലയിലേക്ക് നിരന്തരം എത്തുന്നവരുടെ വാക്കുകളാണ് ഇത്. കാരണം തീർച്ചയായും മുൻപൊരു വർഷത്തിലും ഉണ്ടാകാത്ത തരത്തിലുള്ള ദുരിതം അനുഭവിക്കേണ്ടി വരികയാണ് അയ്യപ്പന്മാർ. നമുക്കറിയാം ചുട്ടുവഴുക്കുന്ന വെയിലിൽ മണിക്കൂറുകളോളം ഈ വാഹനത്തിനകത്ത് നടു റോഡിൽ കിടക്കേണ്ട അവസ്ഥ, അത് 5-6 മണിക്കൂറുകളിൽ കൂടുതൽ ഇത്തരത്തിൽ റോഡിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ. അത് വളരെ ദുസ്സഹനീയമായ കാഴ്ചയാണ് മിഥുന. ഇന്നലെ ചില മാധ്യമങ്ങളിലൊക്കെ വന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് ക്യാമറ കാണുമ്പോൾ കൊച്ചുകുട്ടികൾ വാഹനത്തിൽ എഴുതിട്ട് ആഹാരമുണ്ടോ എന്ന് ആംഗ്യഭാഷയിലൂടെ ചോദിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഇന്നലെ മാധ്യമങ്ങളിലും ഓൺലൈൻ ചില പോർട്ടലുകളിലും ഒക്കെ
കാണാനിടയായി. വനത്തിൽ ഉൾപ്പെടെ കുഴിക്കിടക്കുന്ന കൊച്ചു തീർത്ഥാടകരൊക്കെ അവരാരും മലയാളികളല്ല, പുറത്തുനിന്ന് ആളുകളൊക്കെയാണ്. അവർ ക്യാമറ കാണുമ്പോൾ പ്രതീക്ഷയോടുകൂടി ആഹാരം കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആംഗ്യഭാഷയിലൊക്കെ കാണുമ്പോൾ വളരെ വിഷമമുണ്ടാവും. ഇത്തരത്തിൽ ശബരിമല തീർത്ഥാടനത്തെ എന്തിനാണ് ഇത്തരത്തിൽ വലിച്ചിടുന്നത് എന്ന ചോദ്യമൊക്കെ ഒരുപാട് അവശേഷിക്കുകയാണ്. ഇതിലേക്ക് മടങ്ങിയെത്താൻ മുമ്പ് സന്നിധാനത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കിരണേ, ഈ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണമാണ് പലപ്പോഴും ഈ തിരക്ക് പമ്പയ്ക്ക് അപ്പുറത്തേക്ക് നീങ്ങുന്നതിന് കാരണമാകുന്നത്. ഈ 18-ാം പടി ചവിട്ടുന്ന തീർത്ഥാടകരുടെ എണ്ണം അതനുസരിച്ചാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആ ഒരു തിരക്കിൻ്റെ ഒരു ബാലൻസ് അവിടെയാണ്. ഇന്നലെയൊക്കെ മണിക്കൂറിൽ 5000 തീർത്ഥാടകരൊക്കെ പടി ചവിട്ടിയെന്ന് പറയുമ്പോൾ ഏതാണ്ട് 80-നടുത്ത് തീർത്ഥാടകരൊക്കെ പടി ചവിട്ടുന്നുണ്ട് എന്നാണ് കണക്ക്. ഇത് വെറും കണക്ക് മാത്രമാണോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത്രത്തോളം ആളുകളുണ്ട്? കാരണം ഒരു 80 മുതൽ 100 വരെ തീർത്ഥാടകർ ഒരു മിനിറ്റിൽ 18-ാം പടി ചവിട്ടിയാൽ തിരക്ക് സാധാരണഗതിയിൽ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ തിരക്കിനെ ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സംശയം ഉണ്ടാകുന്നത്. ഉമേഷ്, ഇന്നലെ പോലീസ് വ്യക്തമാക്കിയ ഒരു കണക്കാണ് മണിക്കൂറിൽ 5000 പേര് എന്ന രീതിയിൽ ശബരിമല 18-ാം പടി ചവിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. എന്നിരുന്നാൽ പോലും ഈ തിരക്കിന് യാതൊരു ശമനവും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ഈ ക്യൂവിലൊക്കെ തന്നെ കാണാം. ഈ ക്യൂവിൽ തന്നെ 3 വരികളും പൂർണ്ണമായിട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് സന്നിധാനത്ത് നിന്നും കാണാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു വരി മുഴുവൻ അയ്യപ്പന്മാര് ഇന്നലെ രാത്രി ദർശനം കാണാൻ കഴിയാതെ പോയ ആ അയ്യപ്പന്മാരാണ്. അതായത് 18-ാം പടി ചവിട്ടി കയറിയെങ്കിൽ പോലും ഹരിവരാസനം പാടി നടയടച്ചതിനാൽ പിന്നീട് ദർശനം കാണാൻ കഴിയാതെ വന്ന അയ്യപ്പന്മാരാണ്. ഇങ്ങനെ നിരവധി അയ്യപ്പന്മാരാണ് മണിക്കൂറുകളായിട്ട് സന്നിധാനത്ത് തന്നെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. കൂടാതെ തന്നെ ഇന്ന് പടി ചവിട്ടി എത്തുന്ന അയ്യപ്പന്മാരുണ്ട്. ഇവരും മണിക്കൂറുകൾ കാത്തിരുന്ന് ഒടുവിൽ മാത്രമാണ് സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നത്. ഏതായാലും ഈ അയ്യപ്പന്മാരുടെ ഒരു പ്രതികരണം തന്നെ നമുക്ക് തിരക്കാം. ഏതായാലും അയ്യപ്പന്മാർ ഇവരെങ്ങനെയാണ്, എങ്ങനെയാണ് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്നു ഉമേഷ്? ഏതായാലും ഈ അയ്യപ്പന്മാരിൽ നിന്ന് തന്നെ ഏതായാലും കൂടുതലായിട്ട് പ്രതികരണം തേടുന്നുണ്ട്. ഈ മണിക്കൂറുകളോളം നിന്ന ക്യൂവിന് ഒടുവിൽ മാത്രമാണ് ഏതായാലും ഇപ്പോൾ അയ്യപ്പന്മാർക്ക് ഈ സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നത്. 5000 പേർ മണിക്കൂറിൽ 18-ാം പടി ചവിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ ഒരു കണക്കെടുപ്പും പോലീസിൻ്റെ ഉണ്ടാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉമേഷ്. എന്തായാലും സന്നിധാനത്തെ തിരക്ക് അതെങ്ങനെ വർദ്ധിക്കുകയാണ്. മുൻകൂട്ടി തീർത്ഥാടകരുടെ എണ്ണം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് തിരക്ക് നിയന്ത്രിക്കാനുള്ള കാര്യക്ഷമമായ ക്രിയാത്മകമായ ഇടപെടലോ ക്രമീകരണങ്ങളോ പോലീസും ദേവസ്വം ബോർഡും ഒക്കെ ഒരുക്കാഞ്ഞത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തായാലും ഇന്ന് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും. നാളെയാണ് 41 ദിവസം പൂർത്തിയാക്കി മണ്ഡലപൂജ സന്നിധാനത്ത് നടക്കുക. ഇന്ന് വൈകിട്ടും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയുണ്ട്. നാളെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുക. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻ വഴി എത്തിക്കുന്ന നെയ്യഭിഷേകമാണ് ഈ മണ്ഡലപൂജയുടെ പ്രത്യേക ചടങ്ങുകൾ. ആ ചടങ്ങ് പൂർത്തിയാക്കി നാളെ വൈകിട്ട് ഹരിവരാസനം പാടി നടയടയ്ക്കും. പിന്നീട് 2 ദിവസം ദർശനമില്ല. പിന്നീട് 30-ാം തീയതിയാണ് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുക. അപ്പോഴും ഈ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകളൊക്കെ പരിശോധിച്ചാൽ അപ്പോഴും തിരക്ക് എല്ലാ ദിവസവും വർദ്ധിക്കുമെന്ന സൂചനയാണ്. 80,000 മുതൽ 90,000 വരെയൊക്കെയാണ് പല ദിവസങ്ങളിൽ ഈ ബുക്കിംഗ്. സ്പോട്ട് ബുക്കിംഗ് കൂടി ആകുമ്പോൾ അതാണ് 1 ലക്ഷത്തോളം ആളുകൾ സന്നിധാനത്തേക്ക് ഓരോ ദിവസവും എത്തും. അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത വലിയ തിരക്കിലേക്ക് സന്നിധാനം പോകുന്നു എന്ന സൂചനയാണ്. എന്തായാലും ഈ 3 ദിവസത്തെ അവധി ശബരിമല തീർത്ഥാടനത്തിന് ലഭിക്കുമ്പോഴെങ്കിലും കൃത്യമായ അവലോകനവും ഒരുക്കവും നടത്താൻ അധികൃതർക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു.